നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ക്ഷേമ പെൻഷൻ ഇനി വീട്ടിലെത്തില്ല. സഹകരണ ബാങ്ക് വഴിയുള്ള സംവിധാനം നിർത്തലാക്കി. ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. നാളെ കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളത്തിന് ആശ്വാസം. സുൽത്താൻ ബത്തേരി ബാംഗ്ലൂർ യാത്രാ ദുരിതം 40 കിലോമീറ്റർ കുറയും. വൈരക്കൊപ്പ പാലത്തിന് കർണാടകയുടെ അനുമതി. രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. ഫ്രീസർ ആംബുലൻസ് നൽകാതെ സർക്കാർ ആശുപത്രി. പോലീസ് സ്റ്റേഷൻ വരുന്നു. സബ് ഇൻസ്പെക്ടർ SHO 15 മുതൽ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്നു. സ്ഥലം മാറ്റം നിർത്തിവെക്കണം. ജീവനക്കാർ സെക്രട്ടേറിയറ്റിലേക്കും കലക്ടറേറ്റിലേക്കും മാർച്ച് നടത്തി. സർക്കാർ അനാസ്ഥ തുറന്നു പറഞ്ഞു. കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മകൾക്കെതിരെ കോൺഗ്രസ് സൈബർ ആക്രമണം. KSRTC വാട്സപ്പ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി. PMCയിൽ സർക്കാരിനെതിരെ ഒളിയമ്പുമായി വേണുഗോപാൽ. കോടികൾ നഷ്ടമാകുമെന്ന് പർവ്വതീകരിച്ച് പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EVM തട്ടിപ്പ്. ഉണ്ണിത്താന്റെ പരാതി സൈബർ ക്രൈം IG അന്വേഷിക്കും. മദ്യക്കുപ്പി തിരിച്ചു നൽകിയാൽ 20 രൂപ. പദ്ധതി ഓണത്തിന് ശേഷം തുടരും. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. ഫ്രീസർ ആംബുലൻസ് നൽകാതെ സർക്കാർ ആശുപത്രി. ചെറുപുഴ മീൻതുള്ളിയിൽ പ്രളയജലത്തിൽ അകപ്പെട്ട ഒരാളുടെ ജീവൻ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകി രക്ഷിച്ച ശേഷം മരണത്തിന്റെ ആഴങ്ങളിലേക്ക് പോയ രാജേഷിന്റെ മൃതദേഹത്തോട് റവന്യൂ വകുപ്പും ആരോഗ്യ വകുപ്പും കാണിച്ചത് വൻ അനാദരവ്. തിരുവനന്തപുരം നേമം കല്ലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷിൻ ഭവനിൽ രാജേഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ വിട്ടു നൽകിയത് ഫ്രീസർ സൗകര്യമില്ലാത്ത ആംബുലൻസ്. പോകുന്ന വഴിയിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് വഴിക്ക് വെച്ച് ഫ്രീസർ സൗകര്യമുള്ള സ്വകാര്യ ആംബുലൻസിലേക്ക് മാറ്റിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തി ചൊവ്വാഴ്ച രാത്രി 8:30 മൃതദേഹം വിട്ടു നൽകിയത്. ദൂരം കൂടുതലായതിനാലും മൃതദേഹം അഴുകി തുടങ്ങിയതിനാലും ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസ് രാജേഷിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ഫണ്ടില്ലെന്ന കാരണത്താൽ ആവശ്യം നിരസിച്ചു. തുടർന്ന് ഫ്രീസർ സൗകര്യമില്ലാത്ത മെഡിക്കൽ കോളേജിലെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ ബന്ധുക്കളോട് പറയുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിൽ പുറപ്പെട്ടെങ്കിലും ദുർഗന്ധം വമിച്ചതിന് ചാവക്കാട് വെച്ച് ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസിലേക്ക് മാറ്റി കയറ്റി രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കുകയായിരുന്നു. രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. റവന്യൂ ആരോഗ്യ വകുപ്പ് അനാസ്ഥയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് CPM. ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ മൃതദേഹത്തോട് അധികൃതർ കാട്ടിയ കടുത്ത അനാദരവിനെതിരെ കർശന നടപടി വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രസ്താവനയിൽ പറഞ്ഞു. കാലവർഷക്കെടുതിയുടെ കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലയിലുണ്ടായ കെടുകാര്യസ്ഥതയുടെ ബാക്കിയാണ് ഈ അനാദരവും. 10 മണിക്കൂറിലധികമുള്ള ആംബുലൻസ് യാത്രയായിരുന്നിട്ടും ഫ്രീസർ ഇല്ലാതെ 4 ദിവസം പഴക്കമുള്ള മൃതദേഹം വിട്ടുകൊടുത്തത് അനാസ്ഥയുടെ ആഴം വെളിവാക്കുന്നു. ഫണ്ടില്ലെന്ന കാരണത്താൽ ബന്ധുക്കൾക്ക് ഫ്രീസർ ആംബുലൻസ് നിഷേധിച്ചത് കടുത്ത മനുഷ്യാവകാശ ലംഘനവും കൂടിയാണ്. ദുർഗന്ധം വമിച്ചതിനാൽ പാതിരാത്രിയിൽ ചാവക്കാട് വെച്ചാണ് മൃതദേഹം ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസിലേക്ക് മാറ്റിയത് എന്നാണ് പുറത്തുവന്ന വിവരം. കേരളത്തെ ആകെ സങ്കടത്തിലാഴ്ത്തിയ ഒരു ദുരന്തമായിരുന്നു രാജേഷിന്റെ മരണം. മറ്റൊരു ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് രാജേഷിന്റെ ജീവൻ പൊലിഞ്ഞത്. മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക. ആ ത്യാഗത്തിനു മുന്നിൽ പോലും ഇത്ര നിസ്സംഗയമായാണ് അധികൃതരുടെ സമീപനമെന്ന് ഞെട്ടിക്കുന്നത്. രാജേഷിനെ പുഴയിൽ കാണാതായപ്പോൾ ഫയർഫോഴ്സിന്റെ തിരച്ചിൽ 3-ാം ദിവസമാണ് ആരംഭിച്ചത്. സ്ഥലം MLA ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്നും MLA സംഭവം അറിഞ്ഞത് പിറ്റേന്നാണ് എന്നും വാർത്തയുണ്ടായിരുന്നു. രാജേഷിന്റെ ബന്ധുക്കൾ ഈ കാര്യങ്ങളിലെല്ലാം പരാതി അറിയിച്ചതുമാണ്. ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഒരു പാളിച്ചയുമില്ലെന്ന് ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജേഷിന്റെ മൃതദേഹത്തോട് കാണിച്ച അനാദരവിന് മറുപടി പറയണം. ഫണ്ടില്ലെന്ന കാരണത്താൽ ഫ്രീസർ ആംബുലൻസ് നിഷേധിച്ച റവന്യൂ ആരോഗ്യ വകുപ്പ് മേധാവികളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും KK രാഗേഷ് ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന് ADM ചുമതലപ്പെടുത്തി.
മീന്തുള്ളി കരിയങ്കോട്ട് പുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹം തൃശൂർ ചാവക്കാട് വരെ ഫ്രീസർ സൗകര്യമില്ലാത്ത വാഹനത്തിൽ കൊണ്ടുപോവാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ADM PN പുരുഷോത്തമനെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ക്ഷേമ പെൻഷൻ ഇനി വീട്ടിലെത്തില്ല. സഹകരണ ബാങ്ക് വഴിയുള്ള സംവിധാനം നിർത്തി. ക്ഷേമ പെൻഷൻ സഹകരണ ബാങ്ക് വഴി വീട്ടിലെത്തിക്കുന്ന സംവിധാനം UDF സർക്കാർ നിർത്തലാക്കി. ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നടത്തണമെന്നാണ് പുതിയ ഉത്തരവ്. പൂർണ്ണതോതിൽ കിടപ്പ് രോഗികളായവർക്ക് മാത്രമാണ് ഇനി പെൻഷൻ വീട്ടിലെത്തിക്കുക. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി മാത്രമേ പെൻഷൻ ഉള്ളൂവെന്ന് UDF സർക്കാരിന്റെ തീരുമാനം. ക്ഷേമ പെൻഷൻ വകയിൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കിട്ടലിനടക്കമുള്ള വിചിത്രവാദങ്ങൾ ഉയർത്തിയാണ് തീരുമാനം. ആരുടെ മുന്നിലും കൈനീട്ടാതെ മരുന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ തുണയായ ക്ഷേമ പെൻഷനാണ് അട്ടിമറിക്കപ്പെടുന്നത്. പുതിയ തീരുമാനം സഹകരണ ബാങ്കുകൾക്കും വലിയ തിരിച്ചടിയാവും. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള BJP സർക്കാരിന്റെ നീക്കങ്ങൾക്ക് UDF കുടപിടിക്കുകയാണ്. 1980-ൽ നായനാർ സർക്കാരാണ് ഇന്ത്യയിൽ ആദ്യമായി സാമൂഹ്യ ക്ഷേമ പെൻഷൻ നടപ്പാക്കുന്നത്. 1 മാസം 45 രൂപ പെൻഷൻ പ്രഖ്യാപിച്ച് നടപ്പാക്കി. ഈ സമ്പ്രദായം പ്രത്യുത്പാദനപരമല്ലെന്ന നിലപാടുയർത്തി കോൺഗ്രസ് ശക്തമായി എതിർത്തു. കൃഷിക്കാരും കർഷക തൊഴിലാളികളും സമൂഹത്തിന് അന്നം നൽകുന്നവരാണ്. അവരുടെ ജീവിതാവസാന കാലത്ത് സ്വന്തമായി വരുമാനം ലഭിക്കുന്നത് വിവരണാതീതമായ ആശ്വാസമാണ് പകർന്നു നൽകുന്നത്. ഈ നിലപാടിൽ അന്നത്തെ നായനാർ സർക്കാർ ഉറച്ചു നിന്നു. പിന്നീട് 2016 വരെ വിവിധ ജനവിഭാഗങ്ങൾക്ക് പെൻഷൻ അനുവദിക്കപ്പെട്ടു. 2016-ൽ UDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ പെൻഷൻ 18 മാസം കുടിശ്ശികയായിരുന്നു. അന്ന് സാമൂഹ്യ പെൻഷൻ ലഭ്യമാകുന്ന എല്ലാവരുടെയും പെൻഷൻ 600 രൂപയായിരുന്നു. 2016-ൽ അധികാരത്തിൽ വന്ന LDF സർക്കാർ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർത്തു. 2016-ലും 2024-ലും ഇടയിൽ പെൻഷൻ വിവിധ ഘട്ടങ്ങളിലായി 1600 രൂപയെ വർദ്ധിപ്പിച്ചു. 2016 വരെ നൽകിയ പെൻഷൻ വിഹിതത്തിൽ UDF സർക്കാരിന്റെ കാലത്ത് 100 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. ബൗരക്കൊപ്പ പാലത്തിന് കർണാടകയുടെ അനുമതി. കേരള-കർണാടക സംസ്ഥാന അതിർത്തിയിൽ കബനി നദിക്ക് കുറുകെയുള്ള ബൈരക്കൊപ്പ പാലത്തിന്റെ നിർമ്മാണത്തിന് കർണാടക സർക്കാരിന്റെ അനുമതി ലഭിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ അറിയിച്ചു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നേരത്തെ നടത്തിയ ചർച്ചയെ തുടർന്നാണ് അനുമതി പത്രം നൽകിയത്. ബംഗളൂരുവിൽ മന്ത്രി ബഷീർ നടത്തിയ ചർച്ചയിൽ പാലം നിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങൾ ഉടനെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ വെക്കുമെന്നും അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുമെന്നും മുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞിരുന്നു. കേരളത്തിലും കർണാടകയ്ക്കും ഇടയിൽ വളരെ കാലമായി മുടങ്ങിക്കിടന്ന ഈ അന്തർ സംസ്ഥാന പാലം കേരളത്തിലെ വയനാട് ജില്ലയിലെ പരിക്കലൂരിനും കർണാടകയിലെ കുടക് ജില്ലയിലെ ബൈരക്കൊപ്പയും ബന്ധിപ്പിക്കുന്നതാണ്. 36 വർഷം മുമ്പ് ഈ പാലത്തിന് തറക്കല്ലിട്ടു. തുടർന്ന് 2002 മാർച്ച് 15-ന് ഷിപ്പിംഗ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഈ നിർദ്ദേശത്തിന് തത്വത്തിൽ അംഗീകാരം നൽകി. കേരള ഭാഗത്തെ അപ്രോച്ച് റോഡ് ഇതിനകം പൂർണ്ണമായും പൂർത്തിയായി. മൊത്തത്തിലുള്ള പദ്ധതിയുടെ പൂർത്തീകരണം കർണാടകയിലെ അനുബന്ധ പാതയുടെ നിർമ്മാണത്തെ ആശ്രയിച്ചാണ്. ഇക്കാര്യത്തിൽ കർണാടക പാതയിലെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലും ആവശ്യമായ പാരിസ്ഥിതിക അനുമതികളും വേഗത്തിലാക്കാൻ ഇടപെടണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ കർണാടക സർക്കാരിന് നേരത്തെ കത്ത് നൽകിയിരുന്നു. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമായത്. പാലം യാഥാർത്ഥ്യമായാൽ ദീർഘകാലത്തെ യാത്രാ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്ന് മന്ത്രി പറഞ്ഞു. ബൈരക്കൊപ്പയിൽ നിന്ന് പുൽപ്പള്ളി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളെ നേരിട്ട് മൈസൂരിലേക്കും ബംഗളൂരിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു ബദൽ പാതയായി പാലം മാറും. നിലവിൽ NH 766-ൽ ബന്ദിപ്പൂർ വനമേഖലയിലുള്ള രാത്രി യാത്രാ നിയന്ത്രണങ്ങൾ മറികടക്കുന്നതിനും ഗതാഗതം ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതിനും സഹായകമാണ് പുതിയ പാലം. ബംഗളൂരുവിനും സുൽത്താൻ ബത്തേരിക്കുമിടയിൽ ഉള്ള യാത്രാ ദൂരം 40 കിലോമീറ്റർ കുറയുന്നതോടെ യാത്രാ സമയം ഗണ്യമായി ലാഭിക്കാനാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EVM തട്ടിപ്പ് ഉണ്ണിത്താന്റെ പരാതി സൈബർ ക്രൈം IG അന്വേഷിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തെന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാതി സൈബർ ക്രൈം IGP പ്രകാശ് അന്വേഷിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് എത്തിയ മന്ത്രിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ പരാതി നൽകിയിരുന്നു. EVM ഹാക്ക് ചെയ്യാൻ BJP പദ്ധതിയിട്ടതായും അത് തടയാമെന്നും പറഞ്ഞ് കോൺഗ്രസ് നേതാവ് കാശു വാങ്ങിയെന്നുമുള്ള പരാതിയിലാണ് ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടത്. വ്യാഴാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യം മന്ത്രി വ്യക്തമാക്കിയത്. വഖഫ് ബോർഡ് മുൻ CEO-യും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് BM ജമാലിനെതിരെയാണ് പരാതി. ഉദുമ, കാസർഗോഡ് മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളിൽ നിന്നും പണം വാങ്ങിയെന്നും ആരോപണമുണ്ട്. DCC ഓഫീസിൽ ആഭ്യന്തരമന്ത്രി കൂടി പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യം രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ആരോപണം ചെന്നിത്തല നിഷേധിച്ചു.
അതോടെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഉണ്ണിത്താൻ മന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു. PM ശ്രീയിൽ സർക്കാരിനെതിരെ ഒളിയമ്പുമായി വേണുഗോപാൽ. കോടികൾ നഷ്ടമാകുമെന്ന് പർവ്വതീകരിച്ചു പറയുന്നു. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒളിയമ്പുമായി ICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. PM ശ്രീയിലൂടെ കാവ്യവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നതെന്ന് സമ്മതിച്ച വേണുഗോപാൽ പദ്ധതിയിൽ നിന്നും പിന്മാറിയാൽ കോടികളെ നഷ്ടമുണ്ടാകുമെന്നുള്ളത് പർവ്വതീകരിച്ചു പറയുന്നതായാണെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. PM ശ്രീയുമായി മുന്നോട്ടു പോകുമെന്ന് UDF ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ് വേണുഗോപാലിന്റെ പ്രതികരണം. PM ശ്രീ വിഷയത്തിൽ സബ് കമ്മിറ്റി അനുസരിച്ച് സർക്കാർ തീരുമാനമെടുക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. അതേസമയം കേരളത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പാളിയതിലും മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ചുമുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല. ബാലിശമായ ആരോപണങ്ങളിൽ ഇല്ല എന്ന് പറഞ്ഞ് തടിയൂരാനാണ് വേണുഗോപാൽ ശ്രമിച്ചത്. ദേശീയ വിഷയങ്ങളിൽ പ്രതികരണം നടത്താനാണ് താൻ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞ് കേരളത്തിലെ മഴക്കെടുതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ പാടെ അവഗണിക്കുകയായിരുന്നു. KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനമായോ എന്ന ചോദ്യം കേട്ടയുടൻ ഇനിയൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ് തടിയൂരുകയും ചെയ്തു. മഴക്കെടുതിയെക്കുറിച്ചോ അതിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ കുറിച്ചോ സംസാരിക്കാനും വേണുഗോപാൽ തയ്യാറായില്ല. KSRTC വാട്സപ്പ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി. ചെയ്യേണ്ടത് ഇത്രമാത്രം. KSRTC വാട്സപ്പ് ബുക്കിംഗ് ആരംഭിച്ചു. 944707121021 എന്ന വാട്സപ്പ് നമ്പർ വഴി യാത്രക്കാർക്ക് ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. യാത്രക്കാർക്ക് വേഗത്തിലും ലളിതമായും ടിക്കറ്റ് എടുക്കാനുള്ള വാട്സപ്പ് ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം വ്യാഴാഴ്ച ഗതാഗത മന്ത്രി CP ജോണാണ് ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ എൻ്റെ KSRTC ആപ്പും മറ്റ് സ്വകാര്യ ആപ്പുകളുമാണ് ടിക്കറ്റ് ബുക്കിങ്ങിനായി യാത്രക്കാർ ആശ്രയിച്ചിരുന്നത്. ഇനി മുതൽ മറ്റ് ആപ്പുകളുടെ സഹായമില്ലാതെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാവും. AI അധിഷ്ഠിത വാട്സപ്പ് ടിക്കറ്റ് ബുക്കിംഗ് മലയാളം, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകൾ ലഭിക്കും. ടിക്കറ്റ് ബുക്കിങ്ങിന് ചെയ്യേണ്ടത് ഇത്രമാത്രം. ആദ്യം 9447071021 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു അയക്കുക. തുടർന്ന് എവിടെ നിന്നും എവിടേക്കാണ് യാത്ര ചെയ്യേണ്ടതെന്നും എത്ര യാത്രക്കാരുണ്ടെന്നും യാത്രാ തീയതിയും നൽകുക. അടുത്തതായി ബസ്സുകളുടെ ലിസ്റ്റ് വരും. അതിൽ നിന്നും ഏത് ബസ് വേണമെന്നും തിരഞ്ഞെടുക്കാം. തുടർന്ന് ഏത് സീറ്റ് വേണമെന്നും തിരഞ്ഞെടുക്കുക. യാത്രക്കാരുടെ പേരും വയസ്സും ലിംഗവും നൽകുക. ലിംഗവും കൊടുത്ത വിവരങ്ങൾ അടങ്ങിയ മെസ്സേജ് വരും. അതിൽ കൺഫേം ആൻഡ് പേ കൊടുത്താൽ പണമടക്കാനാവും. പണമടക്കുന്നതിലൂടെ ഈ ടിക്കറ്റ് വാട്സപ്പിൽ ലഭ്യമാകും. ആസൂത്രണമില്ലാതെ വലിയ അവകാശവാദത്തോടെ നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള പദ്ധതികളിലെ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ KSRTC പാടുപെടുകയാണ്. പദ്ധതി ആരംഭിച്ചതോടെ പ്രതിദിന ടിക്കറ്റ് വരുമാനത്തിലുണ്ടായ വലിയ ഇടിവ് കാരണം KSRTCയിലെ സാമ്പത്തിക ബാധ്യത താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. സർക്കാർ അനാസ്ഥ തുറന്നു പറഞ്ഞു. കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ മകൾക്കെതിരെ കോൺഗ്രസ് സൈബർ ആക്രമണം. വിഴിഞ്ഞം കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾക്കെതിരെ കോൺഗ്രസ് അണികളുടെ രൂക്ഷമായ അധിക്ഷേപവും സൈബർ ആക്രമണവും. സർക്കാർ തുടരുന്ന അനാസ്ഥ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് മകൾ ജിജിയെ കോൺഗ്രസുകാർ വേട്ടയാടുന്നത്. അച്ഛനെ നഷ്ടപ്പെട്ട മകളെന്ന മാനുഷിക പരിഗണന പോലും നൽകാതെ ക്രൂരമായ ഭാഷയിലാണ് സൈബർ ആക്രമണം. ജോണിനായുള്ള തിരച്ചിലിന് യാതൊരു ഇടപെടലും സർക്കാർ നടത്താതിരുന്നതോടെയാണ് ജിജി മാധ്യമങ്ങളോട് പരാതിപ്പെട്ടത്. ഇത് സംബന്ധിച്ച മാധ്യമങ്ങളോട് ചോദ്യത്തോട് കടൽ തീരത്ത് പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകിയത്. പിന്നാലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ അപമാനിച്ച മുഖ്യമന്ത്രി പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ജിജി പറഞ്ഞു. വോട്ട് ചോദിച്ച് ഞങ്ങളെ കാണാൻ കടപ്പുറത്തെത്താൻ ഇവർക്ക് മടിയില്ലല്ലോ. ഒരു അപകടം നടന്നാൽ മാനുഷിക പരിഗണനയെങ്കിലും കാണിക്കണ്ടേ? ഞങ്ങൾ ഇവരെ കടിച്ചു കൊല്ലുകയായിരുന്നുമില്ല. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളിടത്ത് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികളെ അവഗണിച്ചതിന് മറുപടി പറയണമെന്നും ജിജി പറഞ്ഞു. കലിയൂരിൽ വരെ മുഖ്യമന്ത്രി ബുധനാഴ്ച വന്നിട്ടും തങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല.
പപ്പയെ കാണാതായിട്ട് 6 ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ സംവിധാനങ്ങളൊന്നും പ്രവർത്തിച്ചില്ല. മുഖ്യമന്ത്രിക്കും ഫിഷറീസ് മന്ത്രിക്കും MP ശശി തരൂരിനും ഇമെയിൽ അയച്ചെന്നും ആരിൽ നിന്നും പ്രതികരണമുണ്ടായില്ലെന്നും ജിജി പറയുന്നു. ഇതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ജിജിയെ അധിക്ഷേപിച്ച് കോൺഗ്രസ് ഹാൻഡിലുകൾ ഇറങ്ങിയത്. വ്യാജ ID കാർഡിൽ നിന്നും കടുത്ത ആക്രമണം നടക്കുന്നുണ്ട്. സതീശന്റെ PR ടീമാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. ജോണിനെ കടലിൽ കാണാതായ 7 ദിവസമായിട്ടും സർക്കാർ ഇടപെടൽ പ്രഹസനം മാത്രമായി തുടരുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ പോലും സ്ഥലത്തെത്തുകയോ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയോ ചെയ്യുന്നില്ല. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട മരിച്ച കലിയൂർ സ്വദേശി രാജേഷിന്റെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി തൊട്ടടുത്ത് പുല്ലുവിളിയിലെ ജോണിന്റെ വീട്ടിലെത്തുകയോ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല. ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. ബുധനാഴ്ച കോസ്റ്റ് ഗാർഡ് തിരച്ചിലിനായി കപ്പലിറങ്ങിയത് പകൽ 2 ചൊവ്വാഴ്ച കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട മറ്റൊരു കപ്പലും ഉച്ചയോടെയാണ് അപകട സ്ഥലത്തെത്തിയത്. ആകാശ തിരച്ചിലും കാര്യക്ഷമമായി നടന്നില്ല. നല്ല കാലാവസ്ഥയിൽ ആകാശ തിരച്ചിൽ നടത്തുന്നില്ല. വിവരങ്ങൾ വീഴ്ചയില്ലാതെ ഉടനടി അറിയിക്കണമെന്ന് കുടുംബത്തിന് ഉറപ്പു നൽകിയ ഉദ്യോഗസ്ഥർ പാലിച്ചില്ല. ജോണിന്റെ മക്കൾ പലവട്ടം ബന്ധപ്പെടുമ്പോഴാണ് ഫിഷറീസ് AD ഫോണിൽ എടുക്കുന്നത്. ചൊവ്വ വൈകിട്ടോടെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം V ശിവൻകുട്ടി പുല്ലുവിളയിലെ വീട്ടിലെത്തി ജോണിന്റെ ഭാര്യ വത്സലയും മക്കളെയും കണ്ടു. അപകടം നടന്ന് 6 ദിവസമായിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയാണ് സംഭവിച്ചതെന്നും കളക്ടർ സ്ഥലത്തെത്തുകയോ ഫോൺ എടുക്കുകയോ ചെയ്യുന്നില്ലെന്നും അവർ പരാതി പറഞ്ഞു. ശിവൻകുട്ടി സ്വന്തം ഫോണിൽ നിന്നും കളക്ടർ അനുകുമാരിയുമായി ബന്ധപ്പെട്ടു. തുടർന്നാണ് കളക്ടർ മക്കളുമായി സംസാരിച്ചത്. അടുത്ത ദിവസം മുതൽ അന്വേഷണം ശക്തമാക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് എന്നിവർ തിരച്ചിൽ നടത്തുന്നുണ്ടെന്നും നേവിയുടെ സഹായം തേടി കത്ത് നൽകിയതായും അധികൃതർ പറഞ്ഞു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്നു. സ്ഥലം മാറ്റം നിർത്തിവെക്കണം. ജീവനക്കാർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാനം രൂക്ഷമായ മഴക്കെടുതിയിലും പ്രകൃതി ദുരന്തത്തിലും പെട്ടിരിക്കുമ്പോൾ അന്യായമായി ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി കേരള NGO യൂണിയൻ സെക്രട്ടറിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഭരണമാറ്റത്തിന്റെ മറവിൽ മെയ് 4 ശേഷം UDF സർക്കാർ ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുകയാണ്. റവന്യൂ വ്യത്യസ്ത വകുപ്പുകൾ ഏകോപിച്ച് നടത്തേണ്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കും വിധം ജീവനക്കാരെ സ്ഥലം മാറ്റുന്നു. ജീവനക്കാർ പുതിയ ഓഫീസിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് നിയമപരമായ സമയം എടുക്കുന്നതും പുതിയ ജീവനക്കാർ മുൻ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ചുമതല നിർവഹിക്കേണ്ടി വരുന്നതും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കുന്നു. വൈര്യനിരാധന ബുദ്ധിയോടെയുള്ള സ്ഥലമാറ്റങ്ങൾ നിർത്തിവെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്ന് ജനറൽ സെക്രട്ടറി MV ശശിധരൻ ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ വാർദ്ധക്യകാല പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് PFRDA നിയമനം പിൻവലിച്ചു പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണം, ക്ഷേമബത്ത, ആൻഡ് ലീവ് സറണ്ടർ എന്നീ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക, മെഡിസെപ്പിലെ ആഭാഗം പരിഹരിക്കുക, ലേബർ കോഡുകൾ പിൻവലിക്കുക, അന്യായ സ്ഥലമാറ്റങ്ങൾ റദ്ദു ചെയ്യുക, വർഗീയതയെ ചെറുക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.